തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിൽ ഒന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിൽ ഒന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സ്നേഹം ആസ്വദിച്ച് അവളെ ജീവിതത്തിൽ അമ്മയായി സ്വീകരിച്ച് തമ്പുരാൻ്റെ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാൻ കൊതിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ടുമുട്ടിയ അനുഭവിച്ചറിഞ്ഞ എൻ്റെ നല്ല അമ്മയെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഒരവസരം ദൈവം തന്നതിന് എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അവിടത്തോട് ഞാൻ നന്ദി പറയുന്നു. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അമ്മയുടെ ഏറെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും. ഇന്ന് എനിക്ക് ദൈവം അവസരം തന്നതിനാൽ എന്നെ സ്പർശിച്ച ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ ഇടവന്നാൽ ആ അമ്മയെ സ്നേഹിക്കാതിരിക്കുക അസാധ്യമാണ്. ഞാൻ കൊച്ചുനാൾ മുതൽ എൻ്റെ അമ്മയെ അനുഭവിച്ച, അവളുടെ സ്നേഹം അനുഭവിച്ച, അവളുടെ നന്മ അനുഭവിച്ച ഏറെ കാര്യങ്ങൾ ഓർത്തിരിപ്പുണ്ട്. അവയിൽ ചിലതെങ്കിലും ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കാൻ എൻ്റെ അമ്മ എന്നെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യം മുതലേ എൻ്റെ അമ്മയുടെ ഒരു കൊച്ചുമകളായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകും. എൻ്റെ മാതാപിതാക്കൾ ഒരു കുടുംബം പ്ലാൻ ചെയ്ത് വിവാഹിതരായപ്പോൾ പെങ്ങന്മാരില്ലാത്ത എൻ്റെ അപ്പച്ചൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പെങ്കൊച്ചിനെ വേണം എന്നത്. അവരാ നാളുകൾ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞങ്ങൾക്കൊരു മകളെ തരണേ. ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലി, നോമ്പ് നോറ്റു, നേർച്ചകൾ നേർന്നു. അവസാനം ആരോ പറഞ്ഞു കൊടുത്ത ഒരു നേർച്ച ഇങ്ങനെയായിരുന്നു: ഒരു പെങ്കൊച്ചിനെ തന്നാൽ 3 വയസ്സ് പ്രായത്തിൽ അവളെയും കൊണ്ട് മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ദേവാലയത്തിൽ പോയി സെപ്റ്റംബർ 1 മുതൽ 8 നോമ്പെടുത്ത് അവളെ മാതാവിന് അടിമ വയ്ക്കാമെന്ന്. ആ നേർച്ച ഫലിച്ചു. അങ്ങനെയാണ് എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ ലഭിച്ചത്. 3 വയസ്സ് പ്രായത്തിൽ കോതമംഗലം രൂപതയിലുള്ള അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തിൽ 8 നോമ്പെടുത്തതും അമ്മയുടെ പിറവി തിരുനാളിൻ്റെ അന്ന് നാഗപ്പുഴ പള്ളിയിൽ എന്നെ അടിമ വെച്ചതുമൊക്കെ കുറേശ്ശെ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾക്ക് അർഹയായി. സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 3-ാം ക്ലാസ്സിൽ വെച്ച് അവർ ഒരച്ഛനെ കൊണ്ടുവന്ന് ഞങ്ങളെ വെന്തിങ്ങ സഭയിൽ ചേർത്തതും ഞാൻ ഓർക്കുന്നു. ഉത്തരീയം ധരിച്ചുകൊണ്ട് മരിച്ചാൽ അമ്മ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്നൊരു വാഗ്ദാനം അന്ന് അച്ഛൻ തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. അതെൻ്റെ മനസ്സിനെ ഒത്തിരി സ്പർശിച്ചു. ഒരു നിമിഷവും ഉത്തരീയം കഴുത്തിൽ നിന്നും മാറ്റാതിരിക്കാൻ ഞാൻ നിർബന്ധം പിടിച്ചു. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിലയില്ലാത്ത വെള്ളത്തിൽ അബദ്ധത്തിൽ ഞാൻ വീണുപോയി. ആരുമില്ലാത്ത സ്ഥലം, നീന്താൻ പോയിട്ട് പതയ്ക്കാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊന്ന് താന്നു. പൊങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു, 3-ാമത്തെ മുങ്ങൽ ഒടുക്കത്തെ മുങ്ങലാന്ന്. ഞാൻ 2-ാമത് മുങ്ങി. പൊങ്ങി വരുമ്പോൾ ഞാൻ ഓർത്തു, ഇന്നത്തെ മുങ്ങലിൽ ഞാൻ സ്വർഗത്തിലെത്തും, കാരണം എൻ്റെ കഴുത്തിൽ ഉത്തരീയമുണ്ട്. പക്ഷെ ഞാൻ മുങ്ങിയില്ല. 3-ാമത് മുങ്ങുന്നതിന് പകരം ഞാൻ നോക്കുമ്പോൾ കയറിപ്പോരുന്ന ചവിട്ടുപടിയിൽ ഞാൻ നിൽക്കുകയാണ്.
എനിക്കിത് ഇന്നു വരെ മനസ്സിലായിട്ടില്ല, നിങ്ങൾക്കും ഇത് മനസ്സിലാകില്ല. ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വെള്ളം ഒരുപാട് അകത്തുണ്ട്. അലക്കുകല്ലിലേക്ക് കമന്ന് വീണ് കുറേ പ്രാവശ്യം പൊങ്ങും താഴുമൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ശ്വസിക്കാറായി. എൻ്റെ വീട്ടിലുള്ള ആരും ഞാൻ വെള്ളത്തിൽ പോയ കഥ അറിഞ്ഞില്ല. ഡ്രസ്സൊക്കെ ഉണക്കി, മുടിയെല്ലാം ഉണക്കി, ഉച്ചയ്ക്ക് ഉണ്ണാൻ വിളിച്ചപ്പോഴേ ഞാൻ റെഡി. പിന്നെ അമ്മ എന്നെ രക്ഷിച്ചു എന്ന് എങ്ങനെ ഞാൻ അറിഞ്ഞു? ഞാൻ സിസ്റ്ററായിക്കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം കുളത്തുവയലിൽ ഒരു ധ്യാനം കൂടാൻ പോയി. റബ്ബർ വെട്ടുന്ന ഒരു കുഞ്ഞേട്ടൻ, 79 വയസ്സെങ്കിലും പ്രായമുണ്ടാവും, എനിക്ക് കൗൺസിലിങ്ങിന്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിർബന്ധം കൊണ്ട് ഞാൻ ആ കുഞ്ഞേട്ടൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് പോയി. അദ്ദേഹം കോഴിക്കോടുകാരൻ, ഞാൻ കോതമംഗലംകാരി. എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരെക്കുറിച്ചും വ്യക്തമായി ചോദിക്കുന്നത് കേട്ടപ്പോൾ ദൈവീക കൃപ അദ്ദേഹത്തിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം എന്നോട് ചോദിച്ചു, മോളെ നീ വെള്ളത്തിൽ പോയിട്ടുണ്ടോ ചെറുപ്പത്തിൽ? എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഞാൻ വിവരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും കേൾക്കണം. അത്രമാത്രം ഞാനത് പൂജ്യമായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, മോളെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടത് ഇതാണ്. മഹാരാജ്ഞിയെപ്പോലുള്ള ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇവളെ എനിക്ക് വേണം, ഇവളെൻ്റേതാണ്. അത് പരിശുദ്ധ അമ്മയായിരുന്നു മോളെ. അമ്മ പറഞ്ഞു, ഈ കുഞ്ഞിനെ ഞാനാണ് രക്ഷിച്ചത്, കാരണം എനിക്ക് ഇവളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് എന്നെ വേണമെന്ന്, എന്നെക്കൊണ്ട് അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. എൻ്റെ അമ്മച്ചി മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ പഠിക്കും. എത്ര സ്നേഹത്തോടെ കരങ്ങൾ കൂപ്പി എന്തു മനോഹരമായിട്ട് അമ്മച്ചി പ്രാർത്ഥിക്കുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ എൻ്റെ വീട്ടിലെ ജപമാല മുടക്കിയത് ഞാൻ ഓർക്കുന്നില്ല. അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളെല്ലാവരും കൂടെ മുട്ടുകുത്തി ജപമാല ചൊല്ലുന്നത് ഒരാനന്ദമായിരുന്നു. ആരെങ്കിലും ഒരാളില്ലാതെ വന്നാൽ അന്ന് ജപമാല വൈകുന്നേരമില്ല, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ആ ജപമാല ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലും. അങ്ങനെ അമ്മയെ അമ്മയെന്ന് വിളിക്കാനും എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് പ്രാർത്ഥിക്കാനും ജപമാല ഒരു വലിയ ഭക്തകൃത്യമാണെന്ന് മനസ്സിലാക്കാനും എൻ്റെ കുടുംബത്തിൽ നിന്നാണ് എനിക്ക് ശക്തി ലഭിച്ചത്. എൻ്റെ മാതാപിതാക്കളോട് എത്ര നന്ദി പറഞ്ഞാലും അധികമാകില്ലെന്ന് എനിക്കറിയാം. ആ ഭക്തി ഇന്നു വരെ എന്നെ താങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരോടും എനിക്ക് തരാനുള്ള സന്ദേശം ഇതാണ്: അമ്മയെ ഉപേക്ഷിക്കരുത്. ഇത്രയും നല്ലൊരമ്മയെ കിട്ടിയ നമ്മളെന്ത് ഭാഗ്യമുള്ളവരാ. അധികം പേർക്കൊന്നും അവളെ അമ്മയെന്ന് വിളിക്കാൻ മനസ്സില്ല, അറിവില്ല, കഴിവില്ല. നമുക്കിതൊക്കെയുണ്ട്. ആകയാൽ അമ്മ നമ്മുടെ അമ്മയായിരിക്കണം. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞില്ലേ, നമ്മെ ഓരോരുത്തരെയും നോക്കി, ഇതാ നിനക്കൊരമ്മ. ആ അമ്മയെ ഈ നിമിഷം നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തം അമ്മയായി സ്വീകരിക്കാം. നമ്മെയും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളെയും അമ്മയ്ക്ക് ഭരമേൽപ്പിക്കാം. അവളുടെ ശക്തമായ കരത്തിൽ നമ്മുടെ ഭാവി ഏൽപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചുകൊണ്ട്, കുടുംബത്തെ ഏൽപ്പിച്ചുകൊണ്ട്, ജോലിയെ ഏൽപ്പിച്ചുകൊണ്ട് സന്തോഷമുള്ള മക്കളായിട്ട് അമ്മയുടെ കീർത്തനങ്ങൾ പാടി ഈശോയുടെ പക്കലേക്ക് നമുക്ക് പോകാം. കർത്താവിൻ്റെ അടുക്കൽ അമ്മ നമ്മളെ എത്തിക്കുമെന്നും അനുഗ്രഹം വർഷിക്കുമെന്നും ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്നേഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അമ്മയെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട്, ഓ മറിയമ്മേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവൻ അങ്ങയുടേതാണെന്ന് നമുക്ക് ആവർത്തിച്ച് ചൊല്ലാം. ഇന്നും എന്നും അമ്മ നിങ്ങളെ സ്നേഹിക്കട്ടെ, സഹായിക്കട്ടെ, വഴി നടത്തട്ടെ. ആമേ. പരിശുദ്ധ അമ്മയുടെ പരിലാളനയിലാണ് വളരുന്നതെങ്കിലും വളർച്ച അതിൻ്റേതായ പ്രത്യേകതകൾ സൃഷ്ടിക്കുമെന്നുള്ളത് തീർച്ച. കൗമാരപ്രായത്തിലൂടെ കടന്നു പോകുന്ന 9ാം ക്ലാസ്സിലേക്ക് പഠനം കടന്നു വന്ന സമയമാണ് കേരളത്തിലെ വിമോചന സമരത്തിൻ്റെ സമയം. സ്വതേ മരം കയറ്റം
സ്വഭാവം. ആ കൂടെ ഏണിയും കൂടെ വെച്ച് കൊടുത്താലത്തെ ഒരനുഭവമായി അത്. സമരത്തിനിറങ്ങിയാൽ ഡിസ്മിസ് ചെയ്യും എന്ന ഓർഡർ മാറ്റിവെച്ചുകൊണ്ട് ചുറ്റുമുള്ള 3 ഹൈസ്കൂളുകളിലെ കുട്ടികളെ ഒരുമിച്ച് കൂട്ടി സമരത്തിലേക്ക് ഇറക്കി വിടാനുള്ള ഒരു വലിയ തത്രപ്പാട്. എന്തൊക്കെ പരിധിയിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ സ്വയം തയ്യാറാകുന്നെന്ന് മാത്രമല്ല, കൂട്ടുകാരെയും കൂടി അതിലേക്ക് നിർബന്ധിക്കുക. അറിവില്ലായ്മ കൊണ്ട് നെറിവില്ലാതെ പ്രവർത്തിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എട്ടും പൊട്ടും തിരിയാത്ത, ആർക്കും നിയന്ത്രിക്കാനാകാത്ത ആ പ്രായത്തിലും പരിശുദ്ധ അമ്മ എന്നെ മറന്നില്ല. അമ്മയുടെ തിരുമുമ്പിൽ മുട്ടുകുത്തി കുടുംബത്തിലെല്ലാവരോടുമൊത്തുള്ള ജപമാല മുടക്കിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അമ്മ എന്നെ സംരക്ഷിച്ചു. അങ്ങനെ ബഹളങ്ങളുടെ ആ കാലം കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ വന്നപ്പോഴാണ് അല്പസ്വല്പം സുബോധം എനിക്കുണ്ടായത്. എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഇല്ലേ ഇതുപോലുള്ള കുറേ അനുഭവങ്ങൾ? ഓർക്കാനും അയവിറക്കാനും രസിക്കാനും പറ്റുന്ന കുറേ കാര്യങ്ങൾ. അങ്ങനെ 10ാം ക്ലാസ്സിൽ ഞാനൊരു തീരുമാനമെടുത്തു. ചെയ്തത് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യനെ വേദനിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മാതാപിതാക്കൾ ഒരുപാട് തീ തിന്നു എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ അമ്മച്ചി കൂട്ടുകാരോട് പലരോടും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവമേ, വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിയാൽ പിന്നെ തിരിച്ചു വരുന്നത് എന്ത് ഷേപ്പിലായിരിക്കുമെന്നാണ് എൻ്റെ പേടി. അങ്ങനെ എല്ലാവർക്കും തലവേദനയായ ഞാൻ സാവധാനം ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഈ പോക്കിൻ്റെ അർത്ഥം എന്താ? ഇതെവിടെ ചെന്ന് നിൽക്കും? 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം? ദൈവം കൃപ ചെയ്ത് എനിക്ക് ഒരുവിധം പഠിക്കാനൊക്കെ ബുദ്ധിയുണ്ട്. അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു. ഒരുപാട് നന്മ ചെയ്യണം, ഒരുപാട് നന്മ. അതിന് ഞാൻ കണ്ടെത്തിയത് നേഴ്സിംഗ് ആയിരുന്നു. ഒരു നേഴ്സാകണം. ഉടനെ അമ്മച്ചിയുടെ താക്കീത് വന്നു, നേഴ്സായിക്കോ, ജോലി ചെയ്തോ, പക്ഷേ കല്യാണം കഴിഞ്ഞാൽ കെട്ടിയോൻ പറയുന്നത് അനുസരിക്കണം. ഉടനെ വന്നു എൻ്റെ തീരുമാനം, എനിക്ക് കെട്ടിയോൻ വേണ്ട. പിന്നെ നീ എന്താ സന്യസിക്കാൻ പോവാ? ആ ഒരൊറ്റ വാക്കാണ് എന്നെ രക്ഷിച്ചത്. സന്യാസം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. എനിക്കും ഒരു സന്യാസിയാകണം എന്ന് വെച്ചാൽ ശുദ്ധ മലയാള ഭാഷയിൽ എനിക്ക് മടത്തിച്ചേരണം. ഞാൻ ആദ്യമായിട്ട് എല്ലാം ഞാൻ പറയാറുള്ള എൻ്റെ അപ്പച്ചൻ്റെ അടുക്കൽ ചെന്ന് വിവരം കത്തിച്ചു. അപ്പച്ച, എനിക്ക് നേഴ്സാകണം, അതിനു മുമ്പ് ഒരു കന്യാസ്ത്രീ ആകണം, സിസ്റ്റർ ആയതിന് ശേഷം നേഴ്സിങ്ങിന് പോകണം. എൻ്റെ അപ്പച്ചൻ അന്ന് ചിരിച്ച ചിരി എനിക്ക് മനസ്സിലായില്ല എന്തിനാ ചിരിക്കുന്നതെന്ന്. അപ്പച്ചൻ എന്നെ ചേർത്ത് നിർത്തി പറഞ്ഞു, മോളെ, നിന്നെപ്പോലുള്ളവർ മടത്തിപ്പോയാൽ 3ാം പക്കം മടവും പൊളിച്ച് തിരിച്ചു വരും. ഞാൻ ജീവിച്ചിരിക്കെ ഇതിന് സമ്മതിക്കില്ല. അതൊരു വലിയ എതിർപ്പായിരുന്നു. ഒരു വിധത്തിലും അയാത്ത അപ്പച്ചൻ്റെ മർക്കട മുഷ്ടി. നിന്നെ ഞാൻ വിടില്ല, നിനക്ക് മടത്തി പോകാൻ പറ്റില്ല, നിനക്ക് മനസ്സിലാകില്ല, പക്ഷേ എനിക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു, അപ്പച്ച, ഞാൻ മടം പൊളിക്കില്ലെന്ന് മാത്രമല്ല അവിടുത്തെ ഒരു പാത്രം പോലും പൊട്ടിക്കില്ല. എടി, അതല്ല പറഞ്ഞത്, നിനക്കത് സാധിക്കില്ല. അങ്ങനെ ഞങ്ങൾ 2 ധ്രുവങ്ങളിൽ നിന്ന് സമരം ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ദൈവവിളി തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു സമരം. അവസാനം എന്നെ രക്ഷിച്ചത്, ഞാനും ജപമാല കയ്യിലെടുത്തു. തുടരെ അമ്മയെ ശല്യം ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, എനിക്ക് വേണ്ടി നിൻ്റെ പുത്രനോട് പ്രാർത്ഥിക്കണം, എനിക്ക് ഈ അനുഗ്രഹം വാങ്ങിത്തരണം. ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ അടുക്കൽ ധൈര്യപൂർവ്വം പറഞ്ഞു. സമരമൊക്കെ കഴിഞ്ഞേ ഞാൻ പറഞ്ഞു, അപ്പച്ച, ഞാൻ വെള്ളം മാത്രമേ ഇനി കുടിക്കുകയുള്ളൂ, മടത്തി പോകാൻ എന്ന് അനുവാദം കിട്ടുന്നോ അന്ന് വരെ പട്ടിണി സമരം. അപ്പച്ചൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒന്നും കഴിക്കില്ല. അപ്പച്ചനും പേടിയായി. പക്ഷേ അപ്പച്ചൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം തന്നാണ് അമ്മച്ചി പറഞ്ഞു വിടുന്നതെന്ന് അപ്പച്ചന് മനസ്സിലായില്ല. 2 ആഴ്ചത്തെ പട്ടിണി സമരം ഒരു ക്ഷീണവും എനിക്ക് വരുത്തിയില്ല. പക്ഷേ അപ്പച്ചന് പേടിയായി. എന്നാൽ നീ പോയിട്ടൊന്ന് അനുഭവിച്ചുകൊണ്ട് വാ. അങ്ങനെയാണ് എനിക്ക് ധർമ്മഗിരി സഭയിലേക്ക് കടന്നു വരാൻ അനുവാദം കിട്ടിയത്. യാത്ര അയക്കാൻ വന്ന പ്രിയപ്പെട്ടവരും അമ്മച്ചിയുടെ കൂട്ടുകാരുമൊക്കെ പടിയിറങ്ങുന്ന നേരം കരച്ചിലാരംഭിച്ചു. അതൊരു പതിവാണല്ലോ. എൻ്റെ അമ്മച്ചിയാണെങ്കിൽ ഏത് കൂട്ടുകാർക്കും ആവശ്യങ്ങൾ വരുമ്പോൾ ആവശ്യത്തിന് കരഞ്ഞു കൊടുക്കും.
അതുകൊണ്ട് കൂട്ടുകാരികളും അമ്മച്ചിയോട് കൂടെ നിന്ന് കരഞ്ഞു. ഉടനെ എൻ്റെ അപ്പച്ചൻ സമാപന സന്ദേശം അവിടെ തന്നെ കൊടുത്തു. എന്തിനാ പെണ്ണുങ്ങളെ കരയുന്നേ? എൻ്റെ മോള് പോയിട്ടാ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ, വ്യാഴാഴ്ച ഇങ്ങ് വന്നോളൂ, അവൾ മടവും പൊളിച്ച് ഇവിടെ ഉണ്ടാകും. ഈ അനുഗ്രഹവും തന്ന എന്നെ വീട്ടിൽ നിന്ന് അപ്പച്ചൻ ഇറക്കിയത്. ഒരുപാട് ചുമട്ടുതൊഴിലാളികളും പരിചയക്കാരായ അതുപോലുള്ള ആളുകളും ഒക്കെ മുറ്റത്ത് നിറഞ്ഞിട്ടുണ്ട്. അപ്പച്ചൻ ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ? അല്ല, ഇവിടുത്തെ പെണ്ണ് മടത്തി പോകുന്നെന്ന് കേട്ടു, അതൊന്ന് കാണാലോ എന്നോർത്ത് വന്നതാ. അങ്ങനെ അവരുടെ എല്ലാം ആഘോഷമായ യാത്രയയപ്പിൽ 1960 ഈ ധർമ്മഗിരി കവാടം എനിക്കായിട്ട് അമ്മ തുറന്നു തന്നു. അമ്മയുടെ കൈ പിടിച്ച ഞാൻ കടന്നു വന്നത്. അമ്മ അപ്പച്ചൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം സ്വപ്നമായിട്ട് തന്നെ കലാശിച്ചേനെ. ജീവിതത്തിൽ ആശിച്ചതൊക്കെയും അമ്മ സാധിച്ചു തന്നു എന്ന് ഞാൻ പറയില്ല, പക്ഷേ വേണ്ടതൊക്കെയും അമ്മ എനിക്കായി നേടിത്തന്നു. ഈശോയുടെ അടുക്കൽ ഇത്ര ശക്തമായി മധ്യസ്ഥം വഹിക്കാൻ കഴിവുള്ള മറ്റൊരു വ്യക്തിയെയും ഞാൻ കണ്ടിട്ടില്ല. ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഇത് ശ്രദ്ധിക്കണം. ഇത്രയും നല്ലൊരു അമ്മയെ ദൈവം നമുക്ക് തന്നിരിക്കെ എന്തിനാന്നേ വേറെ വഴികൾ അന്വേഷിച്ച് പോകുന്നത്? ആ വഴികൾ തരുന്നത് വേദനയാണെന്നറിഞ്ഞുകൂടെ? ആ വഴികൾ വരുത്തുന്നത് അസ്വസ്ഥതകളാണെന്നറിഞ്ഞുകൂടെ? അമ്മയെന്നൊന്ന് വിളിച്ചേ. ജോൺ പോൾ രണ്ടാമൻ പാപ്പ നമുക്കായി പറഞ്ഞു തന്ന അതിമനോഹരമായ ആ സുഹൃത ജപം എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് പഠിച്ചേ, അത് കൂടെ കൂടെ ഒന്ന് ചെല്ലിയേ. ഓ മറിയമേ, എൻ്റെ മാതാവേ, ഞാൻ മുഴുവൻ അമ്മയുടേതാണ്. ഹൃദയം നൊന്ത് നിങ്ങൾ അമ്മയെ അതൊന്ന് ഓർമ്മപ്പെടുത്തിക്കേ. അപ്പോൾ കാണാം ആ പരിശുദ്ധകരം നിങ്ങളെ സംരക്ഷിക്കുന്നത്, ആ സ്നേഹം നിങ്ങളെ വലയം ചെയ്യുന്നത്. ഏത് കഷ്ടതയിലും മനുഷ്യന് പരിഹരിക്കാനാകാത്ത തടസ്സങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥവും അമ്മയുടെ സ്നേഹവും അമ്മയുടെ കരുതലും നിങ്ങൾക്കൊരു വലിയ കൈമുതലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അത് നിങ്ങൾക്ക് സ്വസ്ഥതയും സന്തോഷവും സമാധാനവും നൽകും. അതിനുള്ള കൃപ അമ്മയോട് ചേർന്ന് സ്വന്തമാക്കണം. അപ്പോൾ എൻ്റെ ജീവിതം ഒന്നിനാലും തകർക്കപ്പെടാൻ പറ്റാത്ത സ്വസ്ഥമായൊരു തലത്തിൽ മുന്നോട്ട് പോയിക്കൊള്ളും. പരിശുദ്ധ അമ്മയുടെ മാതൃസഹജമായ വാത്സല്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഷ്ടപ്പെടുന്ന ഒരു മകനോട് മകളോട് അവൾക്കുള്ള അനന്തമായ സ്നേഹം നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ഏതൊരു വ്യക്തി സഹിച്ചിട്ടുള്ളതിലും അധികം തൻ്റെ മകന് അമ്മയായിത്തീരാൻ സമ്മതം കൊടുത്ത ഇതാ നിൻ്റെ ദാസി, അങ്ങേ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് അമ്മ ഉരുവിട്ട ആ നിമിഷം മുതൽ അവൾ സഹനദാസിയാണ്. അതിൻ്റെ മൂർധന്യമാണ് ഗാഗുൽത്തായിൽ നമ്മൾ കാണുന്നത്. തൻ്റെ പുത്രൻ പിടഞ്ഞു മരിക്കുന്നിടത്ത് അമ്മയുണ്ടായിരുന്നു. അവസാനം വരെ അവന് ആശ്വാസം നൽകിക്കൊണ്ട്. ഈ അമ്മയാണ് എൻ്റെ ജീവിതത്തിൽ സഹനത്തിൻ്റെ വഴി കടന്നു പോകാൻ സഹായിച്ചത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഏതെല്ലാം സഹന മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം അമ്മയുടെ ശക്തമായ സാന്നിധ്യവും സഹായവും സംരക്ഷണവും ഞാൻ ഓർക്കുന്നു. ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ജീവന് തുല്യം ഞാൻ സ്നേഹിച്ചിരുന്ന എൻ്റെ അപ്പച്ചൻ്റെ മരണമാണ്. 50 വയസ്സ് തികയുന്ന ആ ദിവസം ആഘോഷമായി കൊണ്ടാടണമെന്ന് മക്കളെല്ലാവരും ആഗ്രഹിച്ചു. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ഫാമിലി ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അപ്പച്ചനൊരു ചെക്കപ്പിന് വേണ്ടി ലിസി ഹോസ്പിറ്റലിലായിരുന്നു. ഞങ്ങളുടെ ഒരുക്കത്തെപ്പറ്റി കേട്ട ഡോക്ടർ തലേ രാത്രി തന്നെ എല്ലാം ശരിയാക്കി പിറ്റേ ദിവസം കാലത്തെ വീട്ടിൽ പോകാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. പക്ഷേ ദൈവഹിതം മറിച്ചായിരുന്നു. അപ്പച്ചനായി ഒരുക്കിയ വീട്ടിലേക്ക് ആ രാത്രിയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച അപ്പച്ചൻ്റെ മൃതശരീരം കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ അത് താങ്ങാനുള്ള ശക്തി ഞങ്ങളിൽ പലർക്കും ഇല്ലാതെ പോയി. ഞാനൊരു സിസ്റ്ററാണ്, ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ്. പക്ഷേ എൻ്റെ അപ്പച്ചൻ്റെ വിയോഗം എനിക്കൊരു വലിയ വേദനയായി തീർന്നു. പുറമേ അധികമൊന്നും കാണിച്ചില്ലെങ്കിലും എൻ്റെ മനസ്സ് സമനിലയിൽ സൂക്ഷിക്കാൻ എനിക്ക് കഴിയാതെ വന്നു. ശവസംസ്കാരം കഴിഞ്ഞപ്പോഴും
അപ്പച്ചനെ ഓർമ്മപ്പെടുത്തുന്ന എന്ത് കണ്ടാലും കൂവി കരയുന്ന ഒരു നേഴ്സിൻ്റെ ചിത്രം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതെൻ്റെ ചിത്രമായി മാറി. എൻ്റെ അധികാരികൾക്ക് ഭയമായി. എന്ത് ചെയ്യും? എവിടെ കൊണ്ടുപോയി ചികിത്സിക്കും? അങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ ശക്തമായ പ്രാർത്ഥന പതിവ് പോലെ ഉയർന്നു അമ്മയുടെ പക്കലേക്ക്. അമ്മേ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. മറ്റ് ചികിത്സകൾക്കൊന്നും പോകാൻ അനുവദിക്കരുത്. അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വീട്ടുകാരുടെയും സഭാംഗങ്ങളുടെയും പ്രാർത്ഥന അമ്മ ശ്രവിച്ചു. പങ്കെടുത്തൊരു ധ്യാനത്തിലൂടെ പരിപൂർണ സൗഖ്യം തന്ന് അമ്മ അനുഗ്രഹിച്ചു. സുന്ദരമായി ജോലി ചെയ്യാൻ തടസ്സങ്ങൾ മാറിക്കിട്ടി. എങ്ങനെ അമ്മയോട് നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ വലിയ സ്നേഹം, ആ വലിയ കരുതൽ, സദാ കൂടെ നിന്ന് വിളിച്ച് കരയുന്നവർക്ക് ആശ്വാസം നൽകുന്ന അമ്മയുടെ സാന്നിധ്യം. ഇതുപോലെ അമ്മയുടെ സാന്നിധ്യവും സഹായവും അനുഭവിച്ചറിഞ്ഞ മറ്റൊരവസരമാണ് എൻ്റെ സഹോദരനുണ്ടായ അപകടം. വലിയൊരു അപകടത്തിൽപ്പെട്ട് ശരീരം 75% കൂടുതൽ പൊള്ളിവെന്ത് 2 കണ്ണിനും കാഴ്ച നശിക്കുമാറ് അപകടം സംഭവിച്ച ഘട്ടത്തിൽ ഈ ലോകത്തെ വൈദ്യശാസ്ത്രം കൈമലർത്തി. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഈ വ്യക്തി മരിക്കും, അറിയിക്കേണ്ടിടത്തൊക്കെ അറിയിച്ചോ. എല്ലാവരും പ്രാർത്ഥിച്ചു, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. 1.5 വയസ്സ് പ്രായമുള്ള കൊച്ചു കുഞ്ഞു വരെ കൈകൂപ്പി. എന്തെന്ന് മനസ്സിലായില്ലെങ്കിലും പ്രാർത്ഥനയിൽ ആ കുഞ്ഞിൻ്റെ ശബ്ദവും ഉയർന്നു. അമ്മ അത് കേട്ടു. ഏറെ ചികിത്സകൾക്ക് ശേഷം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പരിപൂർണ സൗഖ്യം കൊടുത്ത് 2 കണ്ണിനും കാഴ്ച കൊടുത്ത് ഏറെക്കാലം ജീവിക്കാൻ അമ്മ അവനെ അനുഗ്രഹിച്ചു. ഇത്രയും ശക്തിയുള്ളൊരമ്മ, ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കാൻ കഴിവുള്ളവൾ, ഇത്രയും സ്നേഹിക്കുന്ന ഒരമ്മ, ഈ അമ്മയെ മറന്ന് ജീവിക്കാനാകുമോ? അമ്മ നമുക്ക് തുണയായിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും നമ്മൾ ഭയപ്പെടാനില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മയോടുള്ളൊരു ഭക്തി, ഇടയ്ക്ക് ചെല്ലുന്നൊരു ജപമാല, ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അമ്മയോടുള്ളൊരു വ്യക്തിബന്ധം. ഷീസ് മൈ മദർ, എൻ്റെ അമ്മയാണ് അവൾ. അവൾ കൂടെയുള്ളപ്പോൾ എനിക്കൊന്നും ഭയപ്പെടാനില്ല. ഈശോയുടെ പക്കലേക്ക് അമ്മ എന്നെ കൈപിടിച്ച് കൊണ്ടുപോകും. സ്നേഹത്തിൻ്റെ ഭാഷയിൽ അമ്മ എന്നെ മുന്നോട്ട് നയിക്കും. അവൾ എൻ്റെ കൂടെയുണ്ടോ, നരകശക്തികൾക്ക് പോലും എന്നെ തകർക്കാൻ കഴിയില്ല. ഈ നല്ല അമ്മയെ അമ്മയായി സ്വീകരിക്കൂ. താമസിക്കണ്ട, ഇപ്പോൾ തന്നെ, ഇന്ന് തന്നെ, ഇവിടെ വെച്ച് അമ്മേ, നീ എനിക്ക് അമ്മയായിരിക്കണമേ എന്ന് ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഏതൊരു ദുഃഖവും അമ്മ മനസ്സിലാക്കുമെന്നറിയണം. നമ്മേക്കാൾ കൂടുതൽ, നമ്മുടെ പെറ്റമ്മയേക്കാൾ കൂടുതൽ നമ്മെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, മുന്നോട്ട് നയിക്കുന്ന, അവസാനം നമ്മൾ സ്വർഗത്തിൽ തൻ്റെ മകനോടൊത്ത് എത്തണമെന്ന് കൊതിക്കുന്ന ഈ അമ്മയുടെ കൈകളിൽ നമുക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അമ്മയെന്ന് വിളിക്കുമ്പോൾ തന്നെ അതെത്ര ഇമ്പമുള്ള ഒരു വാക്കാണെന്ന് നമുക്ക് അനുഭവപ്പെടും. അമ്മ എന്നെ സഹായിക്കാൻ കൂടെയുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ ആകുലപ്പെടാനിരിക്കുന്നേ? ആകയാൽ ഈ അമ്മയെ എൻ്റെ അമ്മയായി സ്വീകരിച്ചുകൊണ്ട് വാടിത്തളർന്ന ജീവിതത്തിന് ഒരു പുതുമ നൽകിക്കൊണ്ട് എന്ത് എന്നെ അഭിമുഖീകരിച്ചാലും അവിടെയൊന്നും തകരാതെ എൻ്റെ ജീവിതം സുന്ദരമായി മുന്നോട്ട് നയിക്കാൻ, എപ്പോഴും അത് മനോഹരമായി തന്നെ മുന്നോട്ട് പോകാൻ, അങ്ങനെ അവസാനം അമ്മയുടെ പുത്രൻ്റെ അടുക്കൽ എൻ്റെ ജീവിതം എത്തിച്ചേരുന്ന ആ സുന്ദര നിമിഷം വരെയും ഈ അമ്മയുടെ മധ്യസ്ഥം എല്ലാ വിപത്തുകളിലും എനിക്ക് കൂട്ടായിരിക്കുമെന്നുള്ള ഒരു വലിയ വിശ്വാസത്തോടുകൂടെ എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കണം. അതിനുള്ള മനസ്സവക്കൊണ്ട് നമ്മളത് അവളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് മാത്രം. ഇന്നും ജീവിതത്തിൽ ഇന്നും എന്നും അമ്മ ഒരമ്മയായിരിക്കട്ടെ. ആ വാടിത്തളർന്ന ജീവിതത്തിന് അവൾ നന്മ വരുത്തട്ടെ. ഏറ്റവും വേദനാകരമായ നിമിഷത്തിലും എനിക്ക് ആരുമില്ല എന്ന് ഞാൻ വേദനിക്കുമ്പോഴും
പരിശുദ്ധ അമ്മയുടെ മാതൃസഹായം എന്നെ വലയം ചെയ്യട്ടെ, എന്നെ മുന്നോട്ട് നയിക്കട്ടെ. എൻ്റെ തമ്പുരാൻ്റെ മുൻപിലെത്തുവോളം അതെനിക്കൊരു വലിയ സഹായമായി തീരട്ടെ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിൽ ഒന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിൽ ഒന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ.